ഈയിടെയായിട്ട് എപ്പോൾ എൻ്റെ ടി വി നോക്കിയാലും ഈ മെൻ്റലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ കാണുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷോ ആണ്. ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ 2008 ഇറങ്ങിയ ഷോ ആണ് ശരിക്കും. പക്ഷെ ഞാൻ ഒരേ ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷം എന്താണെന്നറിയില്ല, ഭയങ്കര അഡിക്ഷൻ. അതിങ്ങനെ ക്രൈമും കണ്ടുപിടിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കുറേ പുതിയ ഐറ്റംസ് കാണാം കേട്ടോ. ഇതാണ് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് വാങ്ങിച്ച ഒരു എന്തായാലും പറയാം, ഒരു ട്രൈപോഡിനൊക്കെ പകരം യൂസ് ചെയ്യണ ഒരു സ്റ്റിക്ക് ഓൺ മൊബൈൽ ഹോൾഡർ എന്നൊക്കെ പറയാം. കാറിൽ യൂസ് ചെയ്യാം. നല്ല സക്ഷൻ പവർ ഉണ്ട്. പക്ഷേ ഈ വുഡിലൊന്നും അധികം നിൽക്കില്ല കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, വുഡിൽ അധികം നിൽക്കണില്ല. ചുമരിലും ഭയങ്കര റഫ് സർഫസ് ആണെങ്കിലും നിൽക്കണില്ല. പക്ഷേ ഗ്ലാസ്സിൽ നന്നായിട്ട് നിൽക്കുന്നുണ്ട്, ടൈൽസിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ട്രൈപോഡിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഗ്ലാസ്സിലും മിററിലൊക്കെ നന്നായിട്ട് ഒട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഫസ്റ്റ് ഐറ്റം അതാണ്. ഇത് ഞാൻ അന്നേ പൊട്ടിക്കാതെ വെച്ചിരുന്നിട്ട് ഇപ്പോൾ ഒരു 10 ദിവസത്തിന് ശേഷമാണ് ഇതൊന്ന് പൊട്ടിക്കണേ. പൊട്ടിച്ചപ്പോഴാണ് ദേ ഈ ഒരു വാൾപേപ്പർ പോലത്തെ ഒരു റോള്, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഇടയിൽ ഈ വീഡിയോയുടെ ഇടയിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ, എന്തിനു വേണ്ടിയിട്ടാണ് വാങ്ങിച്ചതെന്നുള്ളത്. പിന്നെ ഈ പ്ലാന്റ് സ്റ്റാൻഡ് എന്തായാലും ബാൽക്കണിയിലേക്ക് വേണ്ടിയിട്ടാണല്ലോ വാങ്ങിച്ചേക്കണേ. അപ്പോൾ ഞാൻ അന്നേ പറഞ്ഞിരുന്നു ബാൽക്കണിയിൽ കുറച്ച് ചെടികൾ ഓർഗനൈസ് ചെയ്യാനുണ്ട്, അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്ന്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ശരിക്കും ഒരു 3-4 ആവശ്യമുള്ളൂ. പക്ഷേ ഇതൊന്നും സിംഗിളായിട്ടൊന്നും കിട്ടണില്ല. അപ്പോൾ കഴിഞ്ഞ പോട്ട് ഷോപ്പിൻ്റെ വീഡിയോയിൽ പോയപ്പോൾ ഞാൻ അവിടെയും നോക്കിയപ്പോഴും ഇങ്ങനത്തെ ഒന്നും സിംഗിളായിട്ടൊന്നും കണ്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തു. അപ്പോൾ ഇതുപോലെ ചെടികൾ നമുക്ക് നിലത്ത് വെക്കാനും ഗാർഡനിൽ വെക്കാം, ബാൽക്കണിയിൽ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ എനിക്ക് ഗ്രാനൈറ്റിൽ ഇങ്ങനെ വെള്ളം വീണ് ഗ്രാനൈറ്റ് ഇങ്ങനെ കളർ, ഇവിടുത്തെ വെള്ളം ഭയങ്കര മോശം വെള്ളമല്ലേ, ബോർ വാട്ടർ ആയതുകൊണ്ട് സോൾട്ട് ഉള്ള വെള്ളത്തിൻ്റെ ആ ഒരു കറയുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്, തുടയ്ക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു ഐറ്റം, നല്ല അത് ബാൽക്കണിയിലേക്ക് തന്നെയാണ്. അവിടെ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആ പച്ചയുടെ ഇടയിൽ ഈ ഒരു കളറ് നല്ല രസമുണ്ടാവും. അപ്പം അത് ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയണത്. ഇപ്പം സെറ്റ് ഓഫ് 2 ആണ് ഇതിന് കിട്ടുക. വേണമെങ്കിൽ നമുക്കിതിപ്പോൾ ബാൽക്കണിയിൽ കുറച്ച് ദിവസം ഇട്ടിട്ട് വേണ്ട മടുപ്പ് തോന്നി നമുക്ക് ഹാളിൽ കൊണ്ടുവിടാം, എവിടെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മണിയൊക്കെ ഉണ്ട്, ഒരു ശബ്ദമൊക്കെ വരും. അങ്ങനെ ഇത് ആണ് ഐറ്റംസ്. പിന്നെ ഇതേ അടുത്തത് ഇതിൻ്റെ കൂടെ തന്നെ മെയിനായിട്ട് ഞാൻ വാങ്ങിച്ച വേറൊരു സാധനം കാണിച്ചിടാം. ഇപ്പം ഞാൻ തലയാണ എടുത്തുകൊണ്ട് പോയത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ട്രൈപോഡ് സാധനം എങ്ങാനും വീണ് കഴിഞ്ഞാലേ, മൊബൈലെങ്ങാനും വീണ പിടിക്കാൻ വേണ്ടിയിട്ട് ആ തലയാണ കൊണ്ട് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതാണ് ഞാൻ മെയിനായിട്ട് ബാൽക്കണിയിലേക്ക് വാങ്ങിച്ചത്. അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ സോഫയുടെ കൂടെയും അടുക്കളയിലും ഒക്കെ യൂസ് ചെയ്തിരുന്ന ഒരു ഡാർക്ക് വുഡൻ കളറിലുള്ള ഒരു സ്റ്റാൻഡാണ് സാധാരണ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ചെടിയൊക്കെ വെക്കാൻ ഞാൻ ബാൽക്കണിയിൽ യൂസ് ചെയ്യണേ. അപ്പോൾ അതവിടെ വെച്ചാൽ തന്നെ എന്തോ ഒരു ഭയങ്കര അടഞ്ഞ ഒരു ഫീലിംഗും ഉണ്ട്. പിന്നെ അത് വുഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ലാമിനേറ്റൊക്കെ ഇങ്ങനെ ഇളകി പോയി തുടങ്ങി. അത് ഓൾറെഡി കുറച്ചൊക്കെ ഇങ്ങനെ റോട്ടായി തുടങ്ങി അവിടെ ഇവിടെയൊക്കെ. പക്ഷെ എന്നാലും കളയാൻ മാത്രമൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു തൽക്കാലം ഈ ഒരു ചെടി സ്റ്റാൻഡാണെങ്കിൽ കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കും. നമുക്കങ്ങനെ പറയാൻ മാത്രം ഭയങ്കര അധികം ചെടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത്യാവശ്യത്തിന് വെക്കാൻ ഈ ഒരു സ്റ്റാൻഡാണെങ്കിൽ ചെടികൾ വാങ്ങലും നമ്മൾ കുറയ്ക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത്. ഇത് കറക്റ്റ് അവിടെ കൊള്ളണ ഒരു സൈസ് ഞാൻ അളവൊക്കെ എടുത്തിട്ട് കൃത്യമായിട്ടോ വാങ്ങിച്ചത്. കാരണം കൊണ്ടുവന്നിട്ട് പിന്നെ എനിക്ക് റിട്ടേൺ പരിപാടി തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. കൊണ്ടുവന്ന് അത് സെറ്റാവണം, ഇല്ലയെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് റിട്ടേൺ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അളവിലുള്ളതാണ് വാങ്ങിച്ചേക്കണേ. അങ്ങനെ ഞാനത് സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിലൊരു 4 ചെടി 5 ചെടിയൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ഏറ്റവും അടിയിൽ നമുക്കൊന്നും വെക്കാൻ പറ്റില്ല, കാരണം അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസാണ്. നമ്മളുടെ വീട്ടിൽ ഈ ഒരു വുഡ് വർക്കൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷത്തോളമായി. കഴിഞ്ഞ ജൂലൈ ടൈമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെടിയൊക്കെ ഓർഗനൈസ് ചെയ്തേക്കണേ. പക്ഷേ ഭംഗിയില്ല എന്ന് എനിക്കും അറിയാം, ചെടികൾ വാങ്ങിച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ഓൾറെഡി നാശമായേക്കണു എങ്ങനെയോ. എനിക്ക് ഓവർ വാട്ടർ ചെയ്തിട്ടാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പിന്നെ ചില ചെടികളൊക്കെ ഇതുപോലെ ഇങ്ങനെ ആ ബ്ലാക്ക് സാധനം ആ ഒരു സ്റ്റാൻഡ് ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കാൻ തന്നെ എന്തോ ഒരു ഇരുട്ട് പോലെ ഫീലാവും. അപ്പോൾ ഈ വെള്ള സ്റ്റാൻഡ് വാങ്ങിച്ചാൽ നമുക്ക് കുറച്ച് മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യത്തെ പരിപാടി ഇതിനെ എല്ലാത്തിനെയും നീക്കി വെക്കണം. പിന്നെ ആദ്യത്തെ ഈ ഒരു പ്രൊപ്പഗേഷനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, അതും വൃത്തിയില്ല. പിന്നെ ഈ വാഷിംഗ് മെഷീൻ്റെ ലിക്വിഡ് അങ്ങനത്തെ ഐറ്റംസ്
ഒക്കെ ഉണ്ട്. അതെല്ലാം മാറ്റി വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്ത് റെഡിയാക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം ഇവിടെ ഫിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് മൊബൈൽ എങ്ങനെ വെക്കാൻ പറ്റില്ല, നമുക്ക് ആ ഒരു വ്യൂ കിട്ടില്ലല്ലോ. അപ്പോൾ ഒരാൾക്ക് നിന്ന് തിരിഞ്ഞ് നിൽക്കാനുള്ള ഒരു സ്ഥലമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബാൽക്കണി. ശരിക്കും പറഞ്ഞാൽ വാഷിംഗ് മെഷീനും വെച്ചിട്ട് ആ വാഷ് ബേസിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇത്ര സ്ഥലം തന്നെ ഉള്ളൂ. ബാൽക്കണി എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാൻ മാത്രമുള്ള ഒരു സ്പേസ് നമുക്ക് ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അടച്ചതുകൊണ്ടാണ് നമുക്ക് ഇതെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നത്. പല വീടുകളിലും ഇങ്ങനെ അടയ്ക്കാത്ത വീട്ടിലൊക്കെ എന്താ ഉണ്ടാവുക വെച്ചാൽ മഴ പെയ്യുമ്പോൾ ഫുള്ള് വെള്ളം ഉള്ളിൽ കയറുമല്ലോ. പിന്നെ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യണ സമയത്തുണ്ടല്ലോ എനിക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. അതാണ് എനിക്കെന്തോ ഭയങ്കര ഒബ്സഷനാണ്. അതായത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. ഇവിടെയുള്ള ചില്ലറ ജോലികളൊക്കെ ഞാൻ തന്നെയാട്ടോ ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും ആണി പിടിപ്പിക്കണത്, സ്ക്രൂ ചെയ്യണതും, അല്ലെങ്കിൽ ഇങ്ങനെ ഫർണിച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണതൊക്കെ ഞാൻ തന്നെ ചെയ്യും. എനിക്കെന്തോ അത് ഭയങ്കര താല്പര്യം പണ്ട് തൊട്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള ജോലികൾ പെട്ടെന്ന് അപ്പോൾ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആവും. വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള ആൾക്കാരൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് അവർ പോയ പോലെ ആവില്ല തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു സർപ്രൈസുകളൊക്കെ കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് തൊട്ടേ. അപ്പോൾ ഇപ്പോൾ ഇത് ഒരു കുഞ്ഞിതാണ്. ഇത് അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കാനൊന്നും പോകണില്ല. എന്നാലും കാണുമ്പോൾ നമുക്കൊരു ഭംഗി ഉണ്ടാവണമല്ലോ. ബാൽക്കണി പോകുമ്പോൾ തന്നെ നമുക്കൊരു വൃത്തി ഫീൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തത്രപ്പാട്. ഇപ്പം ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റാൻഡ് വെച്ചിരുന്നപ്പോൾ അത് വെയിറ്റുമാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് അത് ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഇതാവുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്. ആ ചെടികളൊന്നും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതെടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. പിന്നെ ആ ഒരു റൈറ്റ് സൈഡിലേക്ക് കാണുന്നത് ഒരു ഗുഹയാണ്. നമ്മുടെ കയ്യിൽ നിന്നോ തുണികളോ മുകളിൽ നിന്നൊക്കെ ആ ഒരു ഗുഹയിലേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടില്ല. ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കുറേ തുണികൾ കിട്ടിയിട്ടോ, സോക്സുകൾ അങ്ങനെയുള്ളതൊക്കെ ഞാൻ കളഞ്ഞു. കാരണം വർഷങ്ങളായിട്ട് കിടക്കണതായിരിക്കും. പിന്നെ കൃഷ്ണനെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബുദ്ധനെ വെക്കണം എന്നാണ് എനിക്ക് ശരിക്കും ആഗ്രഹം. പക്ഷെ അതിനുള്ളൊരു സ്ഥലം ഇല്ല. പിന്നെ തുളസീനെ ഞാൻ വാഷ് ബേസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി. കാരണം നമ്മൾ കൈയും വായൊക്കെ കഴുകണ ആ ഒരു സ്ഥലത്ത് തുളസീനെ ഇത്രയും കാലം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈ ഭാഗത്തേക്ക് മാറ്റണം എന്നുള്ളത്. പിന്നെ തുളസി എന്തൊക്കെ പറഞ്ഞാലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടണം. സോ ഞാൻ എന്നും രാവിലെ ഈ ഒരു തുളസിയുടെ ആ ഒരു പ്ലാന്റർ എടുത്തിട്ട് ബാൽക്കണിയുടെ അവിടെ ആ ഒരു റെയിലിൽ ഇങ്ങനെ വെക്കും, ഫുള്ള് വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ ചെടി വളർത്തണേ. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു അടിയിൽ ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ്സ് വെക്കാം. പക്ഷെ നമുക്ക് അതിനുള്ള സൗകര്യമില്ല. ഈ ഒരു മോപ്പും ആ ഒരു സെറ്റ് വെക്കേണ്ടതുകൊണ്ട് നമുക്ക് അവിടെ മാത്രം ചെടിയൊന്നും വെക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നമുക്ക് അവിടെയും കൂടി ഒരു ലോങ് പ്ലാന്റ് വേണമെങ്കിലൊക്കെ വെക്കാം. പിന്നെ ഞാൻ സമാധാനിച്ചു, കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് വയേർഡ് ഷെൽഫ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കൊരു ഐഡിയ തോന്നിയിട്ട് അവിടെ ആ ഗ്ലാസ്സിൽ ഉറപ്പിച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ ഉള്ളത് വേണമെങ്കിൽ ഇവിടെ വെക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ ഈ വെള്ളം നനയ്ക്കണ ആ ഒരു ക്യാൻ പോലത്തെ സംഭവങ്ങളോ അങ്ങനെയൊക്കെ വെക്കാം. അപ്പോൾ ഇത് ഞാൻ വെച്ച് നോക്കിയതാണ് കറക്റ്റ് ഫിറ്റ് ആവേണ്ടതെന്ന്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ തൽക്കാലത്തേക്ക് അതെടുത്ത് മാറ്റി. കാരണം അത് നല്ല പശ നന്നായിട്ട് ഉറക്കണതിന് മുമ്പ് വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ തൽക്കാലം മാറ്റിയിട്ട് കുറേ നേരം അത് ലീവ് ചെയ്തു കേട്ടോ, വെറുതെ വിട്ടു. അത് നന്നായിട്ട് ഉണങ്ങിയിട്ട് ഇതുപോലെ ചെടി വാങ്ങിച്ചിട്ട് വെക്കണം, ചെറിയ ചെറിയ ചെടികൾ. അപ്പോൾ ആ ഒരു മൂങ്ങയുടെ പ്ലാന്ററിൽ ചെടികളൊന്നുമില്ല. പിന്നെ ഈ ഒരു ഭാഗത്തെ ഏകദേശം പണികളൊക്കെ നമ്മുടെ കഴിഞ്ഞു. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ക്രീപ്പേഴ്സ് പോലെയൊക്കെ ഉള്ളത് വളർത്തിയാൽ നല്ലത് തന്നെയാണ്. ഇനി ഭാവിയിൽ ആലോചിക്കണം. പിന്നെ ഈ ഒരു സൈഡാണ് എത്ര നോക്കിയാലും ഒരു ഭംഗിയേ എനിക്ക് തോന്നാറില്ല ഇങ്ങോട്ട് നോക്കുമ്പോൾ. കാരണം ആവശ്യമില്ലാത്ത കുറേ ചട്ടികളുണ്ട്. ഇന്നാൾ വാങ്ങിച്ചത് ഒരു ചെടി പോവുകയും ചെയ്തു. പിന്നെ ഈ മണി പ്ലാന്റ് തൂങ്ങി കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല, അന്ന് നമ്മൾ ഇവിടെ ടൈൽസ് ഒന്നും ഇടാത്തതുകൊണ്ട് ടൈൽ സ്റ്റിക്കേഴ്സ് നമുക്ക് ഒട്ടിക്കാമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആമസോണിലും പിന്നെ ഇൻസ്റ്റാഗ്രാം വീഡിയോസിലൊക്കെ നോക്കിയിട്ട് കുറേ റെഫർ ചെയ്തു കേട്ടോ. കുറേ കാലം കൊണ്ടുള്ള എൻ്റെ പരിപാടിയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനത്തെയൊക്കെ കിട്ടാണ്ട്, ഇത് ജസ്റ്റ് എളുപ്പമാണെന്നാണ് പറയണേ. അങ്ങനെ ഞാൻ ജെമിനിയോട് ഇങ്ങനെ ചോദിച്ചു, ഫോട്ടോ കൊടുത്തിട്ട് ഇതൊക്കെ ഒട്ടിച്ച് എങ്ങനെ ഇരിക്കും എന്നൊന്ന് പറയാൻ. അപ്പോൾ നേരത്തെ ഞാൻ ഫസ്റ്റ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതിപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്തിനാണിത് വാങ്ങിച്ചതെന്നുള്ളത്. ഇതുപോലെ അവർ റെഫർ ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു കളറാട്ടോ ഇഷ്ടമായത്. ഗ്രീൻ കൊടുത്തിട്ടും വൈറ്റ് കൊടുത്തിട്ടൊന്നും എനിക്ക് അത്രയ്ക്ക് ഭംഗിയായില്ല. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ അടുത്ത ഒരു ബാൽക്കണിയിലേക്ക് തന്നെ വാങ്ങിച്ച ഒരു സാധനം. ഇത് നെക്സ്റ്റ് ഡേ എങ്ങാനും എടുത്തൊരു വീഡിയോ ആണ്. ഇത് വന്ന ഉടനെ ഞാൻ പൊട്ടിച്ചിട്ട് എടുത്തതാണ്. കാരണം ഞാൻ കുറേ കാലമായിട്ട് തുണിയുടെ സ്റ്റാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ബാൽക്കണിയിൽ നമുക്ക് തുണി ഇടാം, പക്ഷേ ചില ദിവസങ്ങൾ നമുക്ക്
അത് ബാൽക്കണിയിൽ ഇട്ടാലൊന്നും ഉണങ്ങേയില്ല, വെയിൽ കൊള്ളുന്നില്ലല്ലോ. മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഡിസംബർ വരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഴയായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മുകളിൽ പോയി തുണി എടുത്തിട്ട് വരണ്ടേ. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. കാരണം 10 days റിട്ടേണബിളും ആണ്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് പറ്റണില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ വന്നപ്പോൾ വിചാരിച്ച പോലെയല്ല, നല്ല അടിപൊളി സാധനം. ഏറ്റവും ഇഷ്ടമായത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേ തുണി കൊള്ളും. ഒരു പ്രാവശ്യം നമ്മൾ അലക്കുന്ന നമ്മുടെ 4 പേരുടെ ഡ്രസ്സ് ഇതിൽ കൊള്ളും. 16 ഇതുണ്ട്, വടികളുണ്ട് ആ ഒരു സംഭവം. പിന്നെ ഈസിയാണ്, ഇങ്ങനെ സ്റ്റോർ ചെയ്യാനും ഈസിയാണ്. ഇവിടെ ഇരിക്കാൻ ഇത് തുണി സ്റ്റാൻഡാന്ന് നമുക്ക് മനസ്സിലാവും കൂടി ഇല്ല. അപ്പം അങ്ങനെ ഞാൻ അത് വാങ്ങിച്ചു. ഇനി ബാക്കിയുള്ള നമ്മുടെ ബാൽക്കണി മോഡിഫിക്കേഷൻ കുറേ വരുന്നുണ്ട്. കാരണം ലെഫ്റ്റ് സൈഡ് നമ്മൾ ഇതുവരെ ഒതുക്കിയിട്ടില്ല, അലങ്കോലപ്പണികളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.